ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 9 നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ പറയണം. അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും പറയണം. നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. എവറി ഇറേഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിയൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയണം അല്ലേ. കളക്ഷൻ ഓഫ് റേഷണൽ ആൻഡ് ഇറേഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവരി ഇറേഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ എന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ്? റിയൽ നമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾ റേഷണൽ ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഏത് റേഷണൽ നമ്പേഴ്സ് കണ്ടാലും ഇറേഷണൽ നമ്പേഴ്സ് കണ്ടാലും നമുക്കതിനെ റിയൽ നമ്പർ ആണെന്ന് പറയാം അല്ലേ. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളുടെ ആൻസർ എങ്ങനെ എഴുതാം? ട്രൂ സിൻസ് റിയൽ നമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾ റേഷണൽ ആൻഡ് ഇറേഷണൽ നമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവറി പോയിന്റ് ഓൺ ദ നമ്പർ ലൈൻ ഈസ് ഓഫ് ദ ഫോം റൂട്ട് എം വെയർ എം ഈസ് എ നാച്ചുറൽ നമ്പർ. നമുക്കൊരു നമ്പർ ലൈൻ വരയ്ക്കാം. അതിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 0, 1, 2, 3, 4 അങ്ങനെ ഇങ്ങോട്ട് -1, -2, -3, -4 ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം നമുക്ക്. എവറി പോയിന്റ് ഓൺ ദ നമ്പർ ലൈൻ ഈസ് ഓഫ് ദ ഫോം റൂട്ട് എം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ നമ്പേഴ്സും റൂട്ട് എമ്മിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. √1, √2, √3, √4 എന്നെല്ലാം എഴുതി നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് √-1, √-2, √-3, √-4 എന്നെല്ലാം എഴുതാം അല്ലേ. അപ്പോൾ എല്ലാതും റൂട്ട് എം എന്ന ഫോമിലാണുള്ളത്. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞ അടുത്ത കണ്ടീഷൻ എന്താ? വേർ എം ഈസ് എ നാച്ചുറൽ നമ്പർ എന്നാണ്. അപ്പോൾ ഇവിടെ 1, 2, 3, 4 എല്ലാം നാച്ചുറൽ നമ്പറാണ്. പക്ഷേ -1, -2, -3, -4 ഇതൊന്നും നാച്ചുറൽ നമ്പേഴ്സ് അല്ലല്ലോ. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് പറയാം. ബിക്കോസ് നോ നെഗറ്റീവ് നമ്പേഴ്സ് ക്യാൻ ബി സ്ക്വയർ റൂട്ട് ഓഫ് എനി നാച്ചുറൽ നമ്പേഴ്സ്. മനസ്സിലായോ കൂട്ടുകാരെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവരി റിയൽ നമ്പർ ഈസ് എൻ ഇറേഷണൽ നമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം ഒന്ന് തിരിച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സും കൂടെ ചേർന്നതാണ് റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ എല്ലാ റിയൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പർ ആണെന്ന്? അല്ലല്ലോ. റിയൽ നമ്പേഴ്സിൽ റേഷണൽ നമ്പേഴ്സും ഉണ്ട്, ഇറേഷണൽ നമ്പേഴ്സും ഉണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് പറയാം ഫോൾസ്, ബിക്കോസ് റിയൽ നമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് റേഷണൽ നമ്പേഴ്സ് ഓൾസോ. മനസ്സിലായോ കൂട്ടുകാരെ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. ആർ ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇറേഷണൽ? ഇഫ് നോട്ട്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ദാറ്റ് ഈസ് എ റേഷണൽ നമ്പർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആർ ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇറേഷണൽ എന്ന ക്വസ്റ്റ്യന് നമ്മൾ എന്ത് ആൻസർ പറയും? എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെയും സ്ക്വയർ റൂട്ട് ഇറേഷണൽ ആണോ? ഇറേഷണൽ ആവണമെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ് ആയിരിക്കണമല്ലോ. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡെസിമൽസ് ഇങ്ങനെ അവസാനിക്കാതെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അതുപോലെ തന്നെ നോൺ റെക്കറിങ് എന്ന് പറയുമ്പോൾ അതിനൊരു റിപ്പീറ്റിംഗ് പാറ്റേൺ ഒന്നുമില്ല, അതങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ് ആണല്ലോ. ഇവിടെ നമ്പേഴ്സ് അങ്ങനെ ഒരു പാറ്റേണിൽ റിപ്പീറ്റ് ആവുന്നുമില്ല, എന്നാൽ ഇതിനൊരു ഫിനിഷിങ്ങും ഇല്ല. എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെയും സ്ക്വയർ റൂട്ടിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഇങ്ങനെയായിരിക്കുമോ? നമുക്ക് നോക്കാം. √4 എന്ന് പറഞ്ഞാൽ 2 ആണല്ലേ. 2 നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിക്കറിങ് ആണോ? അല്ല. അപ്പോൾ ഇതൊരു റേഷണൽ നമ്പറാണ്. √9 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. 3 ഒരു റേഷണൽ നമ്പർ അല്ലേ. ഇതുപോലെ നമുക്ക് എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും എഴുതാം അല്ലേ. നമുക്ക് ഫസ്റ്റ് എന്ത് പറയാം? ആർ ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇറേഷണൽ എന്നതിന് നമുക്ക് ആൻസർ ആയിട്ട് പറയാം നോ, ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ഇറേഷണൽ എന്ന് പറയാം അല്ലേ. എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ √4 = 2, അതല്ലെങ്കിൽ √9 = 3, √16 = 4 അങ്ങനെ എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും എഴുതാം അല്ലേ.
എല്ലാവർക്കും മനസ്സിലായല്ലോ? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസ് എല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, നിങ്ങളത് കാണണം. എല്ലാവരും കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്ത് നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ പറയണേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.